ലൈംഗിക പീഡന പരാതിയിൽ പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തു. തിരുവനന്തപുരം വലിയമല സ്റ്റേഷനിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ബലാത്സംഗം, നിർബന്ധിത ഗർഭഛിദ്രം, വീട്ടിൽ അതിക്രമിച്ചു കയറൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. എഫ്ഐആറിന്റെ പകർപ്പ് കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. രാഹുലിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. കൂടുതൽ വിവരങ്ങളുമായി ഫൈസൽ അസീസാണ് ചേരുന്നത്. ഫൈസൽ, പറയൂ. കാളിദാസൻ അത് തന്നെയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ ഒളിവിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കേസിലെ എഫ്ഐആറിൻ്റെ പകർപ്പാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതായത് എഫ്ഐആറിൽ പറയുന്ന പ്രകാരമാണെങ്കിൽ 2 പേരാണ് ഈ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. ഒന്നാം പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. തന്നെയാണ്. രണ്ടാം പ്രതിയായി ചേർത്തിരിക്കുന്നത് ജോബി ജോസഫിനെയാണ്. രണ്ടാം പ്രതിയായി ഈ കേസിൽ പോലീസ് ചേർത്തിരിക്കുന്നത്. ഇദ്ദേഹം മാർച്ച് 4-ാം തീയതി ഈ യുവതിയുടെ തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയും അത് ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. കൂടാതെ മാർച്ച് 17-ന് വീണ്ടും ആ ഒരു ഫ്ളാറ്റിൽ വെച്ച് തന്നെ ഈ നഗ്നചിത്രം കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും വീണ്ടും അവരെ ഉപദ്രവിക്കുകയും ചെയ്തു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാലക്കാടുള്ള ഫ്ലാറ്റിൽ വെച്ചും ഇവരെ ഉപദ്രവിച്ചു എന്നും എഫ്ഐആറിൽ പറയുന്നു. ഒപ്പം തന്നെ ഈ ചുവന്ന കാറിൽ കയറ്റി ഗർഭചിത്രം നടത്താനുള്ള ഗുളികകൾ നൽകിയെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട്. ഇതിൽ രാഹുൽ മാങ്കൂട്ടം എം.എൽ.എ. തന്നെയാണ് ഇതിന് മുൻകൈ എടുത്തത് എന്ന് തന്നെയാണ് എഫ്ഐആറിൽ പറയുന്നത്. ഈ രണ്ടാം പ്രതിയായ ഈ ജോബി ജോർജ്, ഇദ്ദേഹത്തിന് അതായത് ഈ ജോബി ജോർജിൻ്റെ ചുവന്ന കാറിലാണ് ഈ യുവതിയെ കൊണ്ടുപോവുകയും ഈ ഗുളിക നൽകിയതും എന്നുമാണ് എഫ്ഐആറിൽ പറയുന്നത്. തുടർന്ന് വിവരങ്ങൾ പുറത്തു പറയരുതെന്ന് കാട്ടി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യമാണ് എഫ്ഐആറിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് പോലീസ്. ഇതുവരെയും അദ്ദേഹത്തെ കണ്ടെത്താനായിട്ടില്ല. എഫ്ഐആറിൽ പറയുന്ന പ്രകാരമാണെങ്കിൽ ഗുരുതരമായ കുറ്റമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ അത് വിശദമാക്കിയതാണ്. അതായത് ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. അതായത് സെക്ഷൻ ഇട്ട് നോക്കുകയാണെങ്കിൽ 64(2), 64(2) ഇങ്ങനെ 64(2) തന്നെ 3 സെക്ഷനുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ 89, 115, 351, 366E എന്നീ IT ആക്ട് ഉൾപ്പെടെയുള്ള സെക്ഷനുകളാണ്, അല്ലെങ്കിൽ IT ആക്ട് ഉൾപ്പെടെയുള്ള കേസുകളാണ് ഈ ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ പോലീസ് എഫ്ഐആറിൽ ചേർത്തിരിക്കുന്നത്. അത് ഗുരുതരമായ കുറ്റമാണെന്ന് തന്നെയാണ് പറയുന്നത്. അതായത് എഫ്ഐആറിൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഈ ജീവപര്യന്തം ശിക്ഷ വരെ ലഭിക്കാനുള്ള കുറ്റമാണ്. ഭാരതീയ ന്യായ സംഹിത 64 പറയുന്നത് അധികാരത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുള്ള ബലാത്സംഗം കുറ്റമാണ്. ഇത് ജാമ്യമില്ലാ കുറ്റം തന്നെയാണ്. രണ്ടാമത് ഭാരതീയ ന്യായ സംഹിത 89 പ്രകാരമുള്ള കുറ്റമാണ്. അതായത് നിർബന്ധിതമായി ഗർഭചിത്രം നടത്താൻ ശ്രമിച്ചു എന്നുള്ള കാര്യം ജാമ്യമില്ലാ കുറ്റമാണ്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റം തന്നെയാണ്. BNS 319, അതായത് ഭാരതീയ ന്യായ സംഹിത 319 പ്രകാരമുള്ള കേസ് വിശ്വാസവഞ്ചന 5 വർഷം വരെ തടവും പിഴയും ജാമ്യം ലഭിക്കാവുന്ന കുറ്റവുമാണ്. ഈ നാലാമതായി പറയുന്നത് BNS 351 ഭീഷണിപ്പെടുത്തൽ. ഇത് 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. BNS 329 അതിക്രമിച്ച് കടക്കുക, അങ്ങനെ അത്രയ്ക്ക് രീതിയിലുള്ള കേസുകളാണ് ഇപ്പോൾ രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് MLA ആയതുകൊണ്ട് തന്നെ ടുഡേ ഹർജി ആയിരിക്കും ഹൈക്കോടതിയിൽ നൽകുക എന്നുള്ളൊരു വാർത്ത രാവിലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെയായിരിക്കാം സാധ്യത എന്നാണ്. ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മുൻകൂർ ജാമ്യത്തിനായി. ഏതായാലും പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ഹൈക്കോടതിയെ സമീപിക്കുന്നത് മുൻകൂർ ജാമ്യത്തിനായി. നേരത്തെ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകുമെന്നുള്ളൊരു വാർത്തയും കൂടി പുറത്തു വരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ മുന്നോട്ട് പോകുന്നത്. അത്രയും ഗുരുതരമായ വകുപ്പുകളും ജീവപര്യന്തം ഒക്കെ തടവ് ശിക്ഷ ലഭിക്കാനുള്ള വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരമാണ്
ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരമാണ് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകർ ഹൈക്കോടതിയെ സമീപിക്കുമെന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും മുൻകൂർ ഹൈക്കോടതി അസാധാരണ സാഹചര്യം ചൂണ്ടിക്കാണിക്കും എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഹർജിയിൽ പ്രധാനമായും പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മുൻകൂർ ജാമ്യം തേടാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുങ്ങിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഇപ്പോഴും ഒളിവിലാണ്. പാലക്കാട് ഓഫീസ് രാവിലെ മുതൽ പൂട്ടിയിരിക്കുകയാണ്, MLA ഓഫീസ്. അത് പിന്നീട് ഉച്ചയോടെ പ്രവർത്തകരെത്തി അത് തുറക്കുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ PA മാരുടെ ഒക്കെ നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ഏതായാലും എന്തായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത നീക്കം എന്നുള്ളതാണ് ഏറ്റവും അറിയേണ്ടത്. ഏതായാലും ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയാണ്. അസാധാരണ സാഹചര്യം ചൂണ്ടിക്കാണിക്കും എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ പറയുന്നത്. ഏതായാലും ഇപ്പോൾ FIRന്റെ വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിന്. കാളിദാസൻ. ശരി, ഫൈസൽ അസീസാണ് വിവരങ്ങൾ.